ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ലൈഫ് വിത്ത് രേഷ്മ. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. ഈവനിങ് നടന്ന കുക്കിംഗ് ഒക്കെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചായ വെക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്ത് അങ്ങനെ ചായ അടപ്പത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ട അരച്ചുകൂട്ടിനുള്ള മാങ്ങയും ചെമ്മനും കൂടി പറ്റിക്കാനും വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇന്നത്തേക്ക് വേണ്ട ചോറമ്മ അടുപ്പത്ത് വെക്കുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് നാളെ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ ഉള്ള സമയത്തൊക്കെ ഉള്ളതുപോലെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ ധാവണയാണ് കൊടുക്കുന്നത് നാളെ. അപ്പോൾ അത് ഞാൻ തേച്ച് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചിറ്റ വന്നിട്ട് ചിറ്റയുടെ സാരിയും കൂടി തന്നിട്ടുണ്ടായിരുന്നു പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിറ്റയുടെ സാരിയും കൂടി ഞാൻ ആ സമയത്ത് തന്നെ പിൻ ചെയ്ത് അയൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോ സൈഡിൽ ഓരോരോ പണി ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്കത് സമയത്ത് ഇതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ചിറ്റ മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ ചൂരക്കറി വെക്കാനുള്ള സെറ്റപ്പിലാണ്. അതിൻ്റെയൊക്കെ പോയിട്ട് ഞാൻ അമ്മനെ കുറേ കളിയാക്കിയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ എനിക്ക് ചുരക്കറി വെക്കാനുള്ള റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയുണ്ട്. നമ്മൾ ആരും എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ കുക്കിങ്ങിൽ. പക്ഷെ നമുക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തെങ്കിലും കിടന്ന് കഷ്ടപ്പെടുന്നത്, നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, അത് മതി എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ഓരോ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അന്ന് രാത്രി നമ്മൾ തീരുമാനിക്കും ഇനിയുള്ള ഫംഗ്ഷൻ നമ്മളിവിടെ വെക്കില്ല ഒന്നും വിചാരിക്കും. പക്ഷെ നമ്മൾ പിറ്റേ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഇത് തന്നെ സെയിം റിപ്പീറ്റ് ആണ് കേട്ടോ. അതെന്തോ നമുക്കത് ശീലമായി പോകുന്നുണ്ടോ, നമുക്ക് തന്നെ ചെയ്യണമെങ്കിൽ നമുക്കൊരു കംഫർട്ട് വരില്ല. അങ്ങനെ ചൂരക്കറിയുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് കുറേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കാനുണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട്. ചിക്കൻ കറി ഞാനാണ് കേട്ടോ വെക്കുന്നത്. സാധാരണ വീട്ടിൽ ഞാനാണ് ചിക്കൻ കറി വെക്കാറ്. പക്ഷേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 10-15 പേർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയാണിത്. അപ്പോൾ എങ്ങാനും ഫ്ലോപ്പായി പോയി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, സമയമില്ല എന്നാത്ത കാര്യം. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വെക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ തന്നെ ഫാമിലി അല്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാമെന്ന് ഓർത്തു. ആ സമയത്ത് നാളെ ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നാളെ 7 കൂട്ടം പലഹാരമായിട്ടാണ് രാവിലെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഞാനും അച്ഛനും കൂടിയൊക്കെ അത് പെറുക്കി വെക്കുന്നുണ്ട്. ഓട്ടോയിലാണ് കൊണ്ടുവന്നത്. സിറ്റ് ഔട്ടിലേക്ക് തന്നെ പെറുക്കി വെക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇവിടെ ചടങ്ങ്. നമുക്ക് 7 കൂട്ടം പലഹാരമായിട്ട് അങ്ങോട്ട് പോയി ആളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ. ഈ വളകാപ്പൊന്നും നമ്മുടെ ഏരിയയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സോഷ്യൽ മീഡിയയുടെ വരവൊക്കെ കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ വളകാപ്പ്, സേവ് ദ ഡേറ്റ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വന്നത്. നേരത്തെ ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും ചൂരക്കറിയുടെ ചാറൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ചൂരയൊക്കെ എടുത്തിട്ട് ചൂരക്കറി ഒരു സൈഡ് സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ആ പലഹാരപ്പെട്ടിയൊക്കെ റീപാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ അടച്ച് സെല്ലോ ടേപ്പൊക്കെ ചൊട്ടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള സവാള അരിയുവാണ് കേട്ടോ. ഇച്ചിരി സവാള കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അരിഞ്ഞരിഞ്ഞ് വന്നപ്പോഴത്തേക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചൂരക്കറി തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് രാത്രി കഴിക്കാനുള്ള കറിയും കൂടി സൈഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിന്ന് അയില പൊരിച്ചതും തക്കാളി മെഴുക്കുരട്ടിയതുമായിരുന്നു. അതുമൊക്കെ റെഡിയായി വരുന്നുണ്ട്. ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചിക്കൻ കറിക്ക് വേണ്ട എല്ലാ സാധനവും അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് പൊടികളൊക്കെ ഇട്ട് വറുക്കാൻ വേണ്ടി പുരട്ടി വെക്കുന്നുണ്ട്. ഒരിത്തിരി ലെമണും കൂടി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഞാനിത് വെക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടി വെച്ച് നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വറുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടി. അതുകൊണ്ട് അധികം നേരം വെച്ചാൽ അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ചൂരക്കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം പോയി ചോറ് കഴിച്ചിട്ട് വറുക്കാൻ നിൽക്കാൻ ഓർത്തു. അപ്പോഴത്തേക്കും ചിറ്റയമ്മയും കൂടി നാളത്തേക്കുള്ള മെഴുക്കുരട്ടിക്ക് വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്ന് നേരെ ചിക്കൻ വറുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. വറുക്കുന്നതുകൊണ്ട് 2-3 പീസ് വായിലോട്ട് പോകുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. അങ്ങനെ ചിക്കൻ വറുത്ത് കോരി അടപ്പിലിട്ട് കുക്ക് ചെയ്യാൻ നല്ല പാടാന്ന് കേട്ടോ. നല്ലപോലെ ചൂടടിക്കുന്നുണ്ടായിരുന്നു. ഒരു 10 സെക്കൻഡൊക്കെ കൊണ്ട് തന്നെ നല്ലപോലെ മേല് ചൂടാവുന്നുണ്ടായിരുന്നു. ഇന്ന് ഇത്ര ഉണ്ടായിരുന്നല്ലോ കേട്ടോ. നമ്മൾ വേഗം പോയി കിടന്നുറങ്ങി. ഇനി നാളെയാണ് നമ്മുടെ വളകാപ്പ്. അപ്പോൾ വളകാപ്പ് ഡേയിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.